ഇസ്രയേലിൽ മലയാളി വെടിയേറ്റ് മരിച്ചു. തുമ്പ സ്വദേശി ഗബ്രിയേലാണ് മരിച്ചത്. വെടിയേറ്റ മറ്റൊരാൾ തിരികെ നാട്ടിലേക്കെത്തി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, എന്താണ് സംഭവിച്ചത്? നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, തിരുവനന്തപുരം തുമ്പ മേനംകുളം സ്വദേശി ഗബ്രിയേൽ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. ജോർദാൻ ഇസ്രായേൽ അതിർത്തിയിൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിയേറ്റാണ് ഗബ്രിയേലിന് മരണം സംഭവിച്ചതെന്നാണ് വീട്ടുകാർക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധു കൂടിയായ എഡിസനും കാലിന് വെടിയേറ്റ് പരിക്കുണ്ട്. അയാൾ ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അയാൾ വഴിയാണ് വീട്ടുകാർ ഈ ഗബ്രിയേലിന് മരണം സംഭവിച്ച കാര്യം അറിഞ്ഞത്. ഇതിനൊപ്പം തന്നെ എംബസിയിൽ നിന്ന് വിവരം ലഭിച്ചുവെന്നും ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ എഡിസനും ഗബ്രിയേലും അടങ്ങുന്ന 4 സംഘം ജോർദാൻ അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് പോകാനാണ് ശ്രമിച്ചത്. ആ സമയത്താണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രത്യാക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേർ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിലായി അവിടെ ജയിലിലായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഗബ്രിയേൽ മരിച്ചു എന്നുള്ള കാര്യം, ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിയേറ്റാണ് മരിച്ചത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അതിനൊപ്പം ഗബ്രിയേലിനൊപ്പം ഉണ്ടായിരുന്ന എഡിസന് കാലിന് വെടിയേറ്റ് പരുക്കുണ്ട്. അയാൾ തിരിച്ച് നാട്ടിൽ എത്തിയിട്ടുണ്ട്, വീട്ടിലുണ്ട്. ഇപ്പോൾ ബന്ധുക്കൾ അയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ശരി.